അപ്പോൾ നമുക്കിനി നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് നമ്മുടെ കലോത്സവ മേളയുടെ തുടക്കം കൂടിയായിരുന്നു എന്നതാണ്. തൃശ്ശൂർ നഗരം മുഴുവൻ കലോത്സവത്തിൻ്റെ ഒരു പ്രകമ്പനത്തിലാണുള്ളത്. നല്ല വെയിലാണ്. ഇപ്പോൾ ജനുവരി ആയിട്ടുള്ളെങ്കിലും നല്ല വെയിൽ അനുഭവപ്പെടുന്നുണ്ട് എല്ലാവർക്കും. ഇനി മാർച്ച് ആകുമ്പോഴേക്കും എന്താവും അവസ്ഥ എന്ന് ചിന്തിക്കുന്ന നിലയിലാണ്. പക്ഷേ ആ വെയിലിനെയൊക്കെ മറികടന്ന് കലോത്സവം അതിഗംഭീരമായി മുന്നോട്ട് പോകുന്നു. ഇലഞ്ഞിത്തറ മേളത്തിൽ താളം പിടിക്കുന്ന ഒരു മുൻ എക്സൈസ് ഉദ്യോഗസ്ഥനെ കാണാം. ചിത്രകല അധ്യാപകൻ, അവിടെ എത്തുന്ന കുട്ടികൾക്കൊക്കെ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു കൊടുക്കുന്ന ഒരു അധ്യാപകൻ. അപ്പോൾ കലോത്സവത്തിലെ മറ്റ് കൗതുകകരമായ കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. കൊടിയേറി ഇലഞ്ഞിത്തറ മേളം കൊട്ടിക്കേറി 1 മണിക്കൂർ പിന്നിട്ടപ്പോൾ കണ്ട 2 രസകരമായ കാഴ്ചയിലേക്കാണ് ഇനി പ്രേക്ഷകരെ മാതൃഭൂമി ന്യൂസ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കണ്ടതാണ് സൈമൺ ചേട്ടൻ മുൻ എക്സൈസ് ഉദ്യോഗസ്ഥനായിരുന്നു. റിട്ടയർ ആയിട്ട് വെറും 3 വർഷമേ ആയിട്ടുള്ളൂ. തൃശ്ശൂർക്കാരോട് ആരോട് ചോദിച്ചാലും ആരാണ് സൈമൺ ചേട്ടൻ എന്ന കാര്യം അവർ കൃത്യമായിട്ട് പറയും. കാരണം തൃശ്ശൂർ പൂരത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ചെണ്ടമേളം അവിടെ നടക്കുമ്പോൾ സൈമൺ ചേട്ടൻ അവിടെ ഉണ്ടാകും. ചെണ്ടമേളത്തിന് ആദ്യം തൊട്ട് അത് അവസാനിക്കുന്നതിന് വരെ താളം പിടിക്കും. ഏത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും സൈമൺ ചേട്ടൻ യാതൊരു പ്രശ്നമല്ല. പക്ഷെ എങ്കിലും സൈമൺ ചേട്ടന്റെ എനർജി എവിടെ നിന്ന് വന്നു എന്ന സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. കാണുന്ന ഓരോ കാഴ്ചകളും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പകർത്തുന്ന ഗോപി മാഷിന്റെ അടുത്തേക്കാണ് അടുത്തതായി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുന്നത്. ഗോപി മാഷിന്റെ കയ്യിൽ ഒരു വലിയ ബുക്കുണ്ട്. ഈ ഓരോ താളുകളിലും അദ്ദേഹം ഓരോ മിനിറ്റും കണ്ട കാഴ്ചകളാണ് ഞൊടിയിട കൊണ്ട് വരച്ചു തീർക്കുന്നത്. അല്ലേ മാഷേ? അതെ അതെ, ഞാനത് ഏകദേശം 87 മുതൽ തുടങ്ങിയതാണ്. ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവിടെ നേരം പോക്കിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ഇത് കാണുമ്പോൾ അത് ഒരു സ്കെച്ചിന് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ഓരോ ജില്ലയിൽ പോകുമ്പോൾ അവിടെ പോയിട്ട് ഒരു 4 ദിവസം ഒരു പുസ്തകം വാങ്ങിച്ചാൽ പുസ്തകം നിറയ്ക്കുക, അതാണ് എൻ്റെ ഉദ്ദേശം. ഈ പരിപാടി കാണാൻ വന്നിരിക്കുന്ന ആളുകളുടെ ഭാവങ്ങൾ വരയ്ക്കുക എന്നുള്ളതാണ്. ചിലർ ക്ഷീണിച്ചിരിക്കുക, ചിലർ വായ തുറന്നിരിക്കുക, ചിലർ ഉറങ്ങുക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആ ഒരു രസം. ഇപ്പോൾ ഈ പുസ്തകം ഇത് ഇന്ന് 4ാമത്തെ 5ാമത്തെ ദിവസം നിറയും. ഞാൻ ചായ വരുത്തല്ല, നിൽക്കുന്ന പോസ് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വരയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ വീട്ടിൽ പോയിട്ട് അതിന് വേണമെങ്കിൽ പെയിൻറ് ചെയ്യും, അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനൊന്നുകൂടി മോഡിഫിക്കേഷൻ നടത്തും. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജെൻസി പൂരം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും വൈബടിക്കാൻ പ്രായം ഒരു പ്രശ്നമേ അല്ല എന്നതാണ് ഈ കാഴ്ചകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം സ്നേഹാമോൾ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. സൈമൺ ചേട്ടനെയൊക്കെ ഒരുപാട് കാലമായിട്ട് ആളുകൾ കാണുന്നതാണ്. നമ്മൾ മേളത്തിലൂടെ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ആളാണ്. ഒപ്പം ഗോപി മാഷ്. അപ്പോൾ സ്നേഹ, കലോത്സവമൊക്കെ നല്ല ഗംഭീരമായി പോകുന്നു. ആദ്യ ദിവസമാണല്ലേ, കുട്ടികളുടെ കലയാകട്ടെ. ഇപ്പോൾ ചില വാദപ്രതിവാദങ്ങളൊക്കെ നമ്മൾ ഉദ്ഘാടനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണ്ടു. അതൊക്കെ മാറ്റി നിർത്താം. നമുക്ക് കുട്ടികളുടെ കലോത്സവ കാഴ്ചകളിലേക്ക് പോകാം. അതിനിടയിൽ നേരത്തെ പറഞ്ഞ പോലെ ജെൻസി പൂരമാണെങ്കിലും പഴയ തലമുറയും ആ ജെൻസി വൈബിനൊത്ത് ഇത് ആഘോഷിക്കുന്നുണ്ട്. സൈമൺ ചേട്ടനെയും ഗോപി മാഷിനെയും പോലുള്ളവർ അല്ലേ? തീർച്ചയായും ദിവേഷ്, അത് തന്നെയാണ് ഈ ഒരു പൂരം. അതായത് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇവിടെ തൃശ്ശൂർ നടക്കുമ്പോഴേക്കും ഇവിടെ ജെൻസിയുടെ ഒരു കലോത്സവം എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ശരിക്കും വൈബ് അടിക്കുന്നത് മില്ലേനിയൽസ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കലോത്സവം എന്ന് പറയുമ്പോൾ ആഴത്തിൽ കുറേ അർത്ഥങ്ങളും ഒരു ഉത്സവം തന്നെയാണ്, കലയുടെ ഒരു ഉത്സവം തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഒരു നമ്മൾ അപ്രതീക്ഷിതമായാണ് ഇവർ നമ്മുടെ ക്യാമറ കണ്ണിൽ ഉടക്കിയത്. ഇപ്പോൾ രാവിലെ കൊടിയേറ്റം കഴിഞ്ഞ് അതിനുശേഷം ഇലഞ്ഞിത്തറ മേളം നടക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായിട്ട് ഈ മുൻ എക്സൈസ് ഉദ്യോഗസ്ഥനെ കാണുന്നത്. ആരെയും നോക്കാതെ അവിടെ ഒത്ത നടുക്ക് നിന്നിട്ട് അദ്ദേഹം അതിന് താളം പിടിച്ച് അതിനൊത്ത് നൃത്തം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് വന്ന് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഉത്തരം പറയാനായിട്ട് അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നാണ്. ആ താളത്തിനനുസരിച്ച് അദ്ദേഹം അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ ആ ഒരു മേളം നീണ്ടു നിന്നിരുന്നു.
നല്ല വെയിലായിരുന്നു. ആ വെയിലിലും തീരെ തളർന്നിട്ടില്ല എന്നുള്ള. അപ്പോൾ അദ്ദേഹത്തെ അറിയാവുന്ന ആളുകളോട് നമ്മൾ ചോദിച്ചപ്പോഴാണ് എല്ലാ മേളത്തിനും അദ്ദേഹം ഉണ്ടാകും, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ മേളത്തിന് അദ്ദേഹം ഉണ്ടാകും. ഇത് തന്നെ അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടരുമെന്നാണ്. പക്ഷേ എങ്ങനെയാണ് ഈ എനർജി കിട്ടുന്നതെന്ന് അറിയത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിരുന്നു, എക്സൈസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് പറഞ്ഞത്. 3 വർഷമായതേ ഉള്ളൂ ഈ സർവീസിൽ നിന്നും റിട്ടയർ ആയിട്ട്. ഒന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം അങ്ങനെ ഇതിലും വലിയ ആളുകൾ വന്ന് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല, എനിക്കൊന്നും പറയാനില്ല, താളം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. കണ്ടുനിന്ന ആളുകളും അതാണ്, താളം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നാണ്. അപ്പോൾ അതിന് തൊട്ട് പുറകിലായിട്ടാണ് ഗോപി മാഷിനെ കണ്ടത്. അപ്പോൾ ഗോപി മാഷ് എല്ലാ ഇവൻറ്റുകൾക്കും, എല്ലാ ജില്ലകളിലും നടക്കുന്ന ഇവൻറ്റുകൾക്കും ഒക്കെ പോയിട്ട് ഇത്തരത്തിൽ ഒരു ബുക്കുമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ കണ്ണിൽ കാണുന്ന ചിത്രങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് അദ്ദേഹം പകർത്തുമെന്നാണ്. ഒരു 2-3 മിനിറ്റ് നേരം മാത്രമേ എടുക്കത്തുള്ളൂ. ആ സമയം കൊണ്ട് ആ ചിത്രങ്ങളെല്ലാം അദ്ദേഹം പകർത്തും. ഒരു 3-4 ദിവസങ്ങൾക്ക് ശേഷം ആ ബുക്ക് ഫില്ലാവും. അത് അദ്ദേഹം സൂക്ഷിക്കും, അത് ഓർമ്മയിൽ സൂക്ഷിക്കുമെന്ന് തന്നെയാണ്, ഒരു ആൽബമായി തന്നെ സൂക്ഷിക്കുമെന്നാണ്. അപ്പം ഫോട്ടോയൊക്കെ ക്യാപ്ചർ ചെയ്ത് നമ്മുടെ ഓർമ്മകളൊക്കെ, മധുരമുള്ള ഓർമ്മകളൊക്കെ നമ്മൾ അത് ആൽബത്തിലാക്കി സൂക്ഷിക്കാറുണ്ട്. പക്ഷേ അത് ഗോപി മാഷിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അത് കണ്ണിൽ കണ്ട് അത് നേരിട്ടറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ, ഓരോരുത്തരുടെ ഭാവങ്ങൾ. ഇപ്പോൾ ഒരു കലയെ ആസ്വദിക്കുന്ന ആളുകൾ അത് ആകാംക്ഷപൂർവ്വം ആസ്വദിക്കുന്നുണ്ടാകും, ചിലർ ഉറങ്ങുന്നതായിരിക്കാം. അതെല്ലാം രസകരമായ അനുഭവങ്ങൾ അദ്ദേഹം ഈ ആൽബത്തിൽ പകർത്തി സൂക്ഷിക്കുമെന്നതാണ്. അപ്പോൾ 2 വ്യത്യസ്തമായ ആളുകളെയാണ്. ഗോപിമാഷ് 80കളുടെ അവസാനം മുതൽ അല്ലേ വരച്ചു തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ആൽബം എടുത്താൽ പോലും നമ്മുടെ കലോത്സവ കാര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ അല്ലേ, ആളുകളുടെ ഒരു രൂപഭാവങ്ങൾ, വേഷവിധാനങ്ങളിലൊക്കെ വന്ന മാറ്റങ്ങൾ പോലും പ്രകടമാകും. പിന്നെ ഈ സൈമൺ ജാറിൻ്റെ താളം, അതൊരു പ്രത്യേക താളമാണ്, അത് എല്ലാവർക്കും പറ്റില്ല. ഇപ്പോൾ മേളത്തിനൊക്കെ ഇപ്പോൾ ആളുകൾ താളം ചവിട്ടുകയൊക്കെ ചെയ്യെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പിന് ഒരു പ്രത്യേകതയുണ്ട്, അത് അദ്ദേഹത്തിന് മാത്രം ഉള്ളത് കൂടിയാണ്. അപ്പോൾ ശരി സ്നേഹ, കാണാം, കലോത്സവം ഗംഭീരമായിട്ട് ആഘോഷിക്കും.